യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. രക്ഷയെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിനാരാത്രി നമ്മെ ദൈവം കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓരോ ദിവസവും ഹല്ലേലൂയ നമ്മെ അതിശയമായി അത്ഭുതമായിട്ട് നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പൽക്കാലം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിർവഹിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലെ നാം വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മുടെ നാളുകളായിക്കൊണ്ട് നടക്കുന്ന ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കാണുമായിരിക്കും. ആ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമ്മുടെ സർവശക്തനായ ദൈവം, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം അത് നിവർത്തിച്ച് തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 4 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്ന: യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി ആഗ്രഹങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേ ദൈവഹിത പ്രകാരമുള്ള ആഗ്രഹങ്ങളെ നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നാളുകളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം സാധിപ്പിച്ചു തരും, അത് നിവർത്തിച്ചു തരുമെന്ന് വിശ്വസിക്കുക. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നാം മനുഷ്യരോട് പറയാറുണ്ട്. പക്ഷെ നമ്മൾ പല ആഗ്രഹങ്ങളും മനുഷ്യരോട് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ഹല്ലേലൂയ. അതൊന്നും നടക്കാൻ സാധ്യതയില്ല, നിന്റെ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ലേ നീ ആഗ്രഹിക്കുവാനെന്നൊക്കെയും പറഞ്ഞ് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളുടെ മീത് മണ്ണിട്ട് മൂടുന്നത് പോലെ മൂടിക്കളയുവാനായിട്ട് ഇടയായി തീരുമ്പോൾ പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഫലം നമ്മുടെ ആഗ്രഹത്തെ കാണുന്ന ഒരു ദൈവ, നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നമുക്ക് തോന്നുന്ന ആഗ്രഹത്തെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. ഇതിനകത്തൊരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന്. സ്തോത്രം. പലപ്പോഴും പ്രാർത്ഥനാ റൂമിൽ നാം ദൈവത്തിന്റെ സന്നിധി നമ്മുടെ ആഗ്രഹത്തെ പറയാറുണ്ട്. സ്തോത്രം. പക്ഷെ ചില ആഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തോട് പോലും പറയാതെ എനിക്കിത് കിട്ടിയിരുന്നുവെങ്കിൽ, എൻ്റെ തലമുറകൾക്ക് ഇന്നൊരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ വരെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരും. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ പാതയിൽ നടക്കുമ്പോൾ നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ വചനത്തെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നിവർത്തിച്ച് തരും. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലെ ലജ്ജിപ്പിക്കാത്ത ദൈവ, നീതിമാൻ ഹല്ലേലൂയ ഒരിക്കലും കുലുങ്ങി പോകുവാൻ അനുവദിച്ചു കൊടുക്കാത്ത ദൈവം. പ്രിയ ദൈവപൈതലെ, ഈ പൽക്കാലം സ്തോത്ര നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ഹല്ലേലൂയ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം അത്ര കൂടെയുള്ളത്. സ്തോത്ര. മനുഷ്യർ നമ്മുടെ ആഗ്രഹങ്ങളെ ഉടച്ചു കളയുവാൻ നോക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് ഹല്ലേലൂയ നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നോക്കിയായിരിക്കും നമ്മുടെ തലമുറകളൊക്കെയും ഒരു ഉയർന്ന രീതിയിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന. അതിനപ്പുറമായിട്ട് നമ്മുടെ തലമുറകൾ കടന്നു വരുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയില്ല. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ യോഗ്യതകൾക്കപ്പുറമായിട്ട് നമ്മുടെ തലമുറയെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും ആഗ്രഹിച്ചാൽ പോലും നാം ആരോടെങ്കിലും ഷെയർ ചെയ്താൽ പറയാം ഇതിനുള്ള സാഹചര്യം നിനക്കില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മുടെ ആഗ്രഹത്തെ അങ്ങ് മാറ്റും. പക്ഷേ ഞാൻ
പകൽക്കാലം പറയട്ടെ, മാതാപിതാക്കളുടെ ഹല്ലേലൂയ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയ ദൈവ പൈതലേ സ്തോത്ര. പലപ്പോഴും നാം ആഗ്രഹിക്കാറില്ലേ, ഞാൻ കഷ്ടപ്പെട്ടതുപോലെ, ഞാൻ വേദന അനുഭവിച്ചതുപോലെ ആയിത്തീരരുത് എൻ്റെ തലമുറകൾ, അവരോട് ഉന്നതത്തിൽ എത്തണമേ, അവരൊരു ഉയർച്ചയിൽ എത്തണമേ എന്നൊക്കെയും ഞാനും നിങ്ങളും ആഗ്രഹിക്കാറുണ്ട്. സ്തോത്ര. പക്ഷെ ഈ പകൽക്കാലം പറയട്ടെ, ഈ ആഗ്രഹങ്ങളെ കൊണ്ട് നടക്കുമ്പോൾ ആർക്കും അതിനെ നിവർത്തിച്ചു തരുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹത്തെ നിവർത്തിച്ചു തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെ ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതേ മനുഷ്യർ ഹല്ലേലൂയ അല്ല നമ്മുടെ തലമുറകളുടെ ഭാവിയൊക്കെയും ചിന്തിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ല ദൈവം ഒരു തലമുറയെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പദവി നിന്നുകൊണ്ട് അത്രേ. സ്തോത്ര. തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാനായിട്ട് കുറേനക്കാരൻ എന്ന ശീമോനെ നിർബന്ധം അവനെ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. നിർബന്ധിച്ചാണ് അവനെ എന്ത് ചെയ്യുന്ന ക്രൂശ് ചുമക്കുവാൻ, ക്രൂശിന്റെ ചുവട് തൊടുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവന്റെ തലമുറകളെ ദൈവം തമ്പുരെ മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കുറേനക്കാരനായ അല്ലെങ്കിൽ വയലിൽ നിന്ന് കടന്നു വന്നതായ ആ ശീമോന്റെ മക്കളെ ആ ഒരു വയലിന്റെ ജോലി അല്ലാതെ അതിനപ്പുറമായിട്ട് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ആർക്കും തന്നെ പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ നിർബന്ധം പോലെ ചിലത് അവന്റെ മേൽ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ട് അലക്സാണ്ടറിന്റെ റൂഫോസിന്റെ അപ്പനെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അപ്പനെ അറിയിക്കത്തക്ക രീതിയിൽ ദൈവം അവരുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വിശ്വസിക്കുക, നിന്റെ മേൽ കടന്നു വരുന്ന ചില നിർബന്ധങ്ങൾ ഹല്ലേലൂയ നിന്റെ തലമുറകളിൽ മേൽ ഒരു ഉയർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര ഹല്ലേലൂയ ചിലപ്പോൾ ചില നിർബന്ധങ്ങളായിരിക്കും നീ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇടയായി തീർന്നത്, നീ യേശു കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നത്, നീ യേശു കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാ. ഹല്ലേലൂയ സ്തോത്ര. നിന്റെ പദവിയിൽ നിന്നും സ്തോത്രം, നിന്റെ സാഹചര്യങ്ങളിൽ നിന്നിന്റെ അപ്പുറമായിട്ട് നിന്റെ തലമുറകളെ മാനിച്ചുയർത്തുവാൻ ദൈവം പദ്ധതി ഇടുമ്പോൾ ദൈവം ആ ഒരു തലത്തിലേക്ക് ദൈവം നിന്നെ നയിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതാ ഞാൻ ഇവിടെ വായിച്ചത്, യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നാം ദൈവത്തെ തന്നെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ രസിച്ചുകൊള്ളുവാനായിട്ട് ഇടയെത്തുക. അവൻ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിനക്ക് തരും. സ്തോത്ര. നിന്റെ വലിയ യഹോവയെ പരമേൽപ്പിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഹല്ലേലൂയ. ഈ പൽക്കാലം ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വഴി യഹോവയെ പരമേൽപ്പിക്കുക. സ്തോത്ര. ഈ പൽക്കാലം നിന്റെ എന്താണ് ആഗ്രഹം? ഹല്ലേലൂയ ആ ആഗ്രഹത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നീതിമാന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. അല്ലെങ്കിൽ നിന്റെ തലമുറയെ കുറിച്ചാണോ നീ ചിലത് ആഗ്രഹിക്കുന്നത്? അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവിയെ കുറിച്ചാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ബിസിനസ് മേഖലയെ കുറിച്ചാണോ നിങ്ങൾ ചിലപ്പോൾ ചില നന്മകൾ ആഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്? ആത്മീയ ജീവിതത്തിലാണോ? നിങ്ങളുടെ ശുശ്രൂഷ മേഖലയെ ഒന്നുകൂടി അഭിവൃദ്ധി പ്രാപിച്ച് ഒന്നുകൂടി ആത്മീയമായി ബലപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? പക്ഷെ നിന്റെ ഹൃദയത്തിലെ, നിന്റെ നല്ല ഹൃദയത്തിലെ ആഗ്രഹത്തെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നീതിമാന്റെ ആഗ്രഹങ്ങളോ അവൻ സാധിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിപ്പിക്കുക. പ്രിയ ദൈവപൈതലേ, നമ്മുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന സ്തോത്ര. ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ എഴുതി ചേർക്കുവാനായിട്ട് ഇടയെത്തുന്നു, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. സ്തോത്ര. നീ നീതിയോട് ജീവിക്കുന്ന ദൈവ പൈതലാണോ? സ്തോത്ര. ഈ പൽക്കൽ ഉറപ്പ് ധൈര്യം ഉള്ളവനായിരിക്കുക. സ്തോത്ര. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിവർത്തിച്ചു തരുന്ന, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്ര. അതുകൊണ്ട് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും, കാണുന്നത് എന്ത്? സ്തോത്ര. അത് തന്നെ അങ്ങനെ തന്നെ നടക്കും. അത് നിവർത്തിക്കേണ്ടതിനായിട്ട് ജാഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ നിന്റെ തലമുറയെ കുറിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ കണ്ടു കാണുമായിരിക്കാം. അതിന്റെ ജീവിതത്തിൽ നിറവേറുമോ എന്നുള്ള ആഗ്രഹം നിന്റെ ഉള്ളിൽ കാണുമായിരിക്കാം. അതൊന്ന് നിറവേറ്റി കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം.
പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ആഗ്രഹങ്ങളെ നിന്റെ ഉള്ളിനകത്ത് കൊണ്ടിട്ടത് സ്തോത്ര സ്വർഗത്തിലെ ദൈവമയ്ക്ക് അത് നിന്റെ ജീവിതത്തിൽ നിറവേറ്റി തരുവാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. വെറുമൊരു തോന്നലിന്റെ കാര്യമല്ല ഞാൻ പറയുന്ന സ്തോത്രം. ദൈവം ചില ആഗ്രഹങ്ങളെ നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര. അതാ ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഴുതി ചേർക്കുവാനായിട്ട് ഇടയത്തീർന്നു. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായി പ്രവർത്തിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളെ ദൈവം. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്ന ചില ആഗ്രഹങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ. അതെന്ത് ചെയ്യുന്നു? സാധിപ്പിച്ചു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുമെന്ന് സ്തോത്രം 146 സങ്കീർത്തനത്തിൽ നമുക്കവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം 145 സങ്കീർത്തനം 19 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവർ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ദൈവഭക്തിയോടെ ജീവിക്കുന്ന ദൈവ പൈതന്റെ ജീവിതത്തിൽ സ്തോത്രം അവന്റെ ഹൃദയത്തിനകത്തുനിന്ന് കടന്നു വരുന്ന നല്ല ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതിനെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം. നമുക്ക് സാധിക്കത്തില്ലായിരിക്കാം സ്തോത്രം, എന്നാൽ പക്ഷെ സാധിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുമെന്ന് തിരുവചനത്തിൽ കാണുന്ന സമയം ആ ആഗ്രഹങ്ങളുമായിട്ട് ദൈവസനെ നാം ആയിരിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്ന, നമ്മെ അതിനകത്തേക്ക് വിടുതൽ തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതിനെതിരായി എന്തെല്ലാം കൊടുങ്കാറ്റുകൾ കടന്നു വന്നാലോ, എന്തെല്ലാം തിരുമാലകളും എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലോ, ദൈവമാണോ നിന്റെ മേൽ ആഗ്രഹത്തെ തന്നത്, ആ ആഗ്രഹത്തെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് 107 സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി സ്തോത്ര ശാന്തത വന്നത് കൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചോ. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു സ്തോത്ര. അങ്ങനെ പ്രിയ ദൈവ പൈതലെ ഈ പകൽക്കാലം വിശ്വസിക്കുക, നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്ത് നമുക്ക് എത്തുവാനായിട്ട് കഴിയത്തില്ലായിരിക്കാം. നമുക്ക് സ്വന്തം ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ ബലം കൊണ്ടോ നമുക്ക് കഴിയത്തില്ലായിരിക്കും. പക്ഷേ നമ്മെ അവിടേക്ക് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിളിച്ചു പറയാം, ഞാൻ ആഗ്രഹിക്കുന്ന തുറമുഖത്തേക്ക് എന്റെ സർവശക്തനായ ദൈവം എന്റെ കൂടെ ഇരുന്ന് എന്നെ എത്തിക്കുമെന്ന് പറയുക സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം പകുതി വഴി വെച്ച് നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവരുടെ മേൽ ദൈവമാണ് ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, ആ ആഗ്രഹത്തെ സഫലീകരിക്കുന്ന, ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് സ്തോത്ര. നിന്റെ ബാങ്ക് ബാലൻസോ നിന്റെ സ്റ്റാൻഡേർഡ് നോക്കിയല്ല കർത്താവ് നിന്റെ മേൽ പ്രവർത്തിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ, നീതിമാന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ സ്തോത്രം, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവസന്നി വിശ്വസ്തയോടെ ആയിരിക്കുന്ന, ദൈവസന്നി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവ പൈതലെ സ്തോത്ര, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ ഹല്ലേലൂയ അതിനെ സ്തോത്ര കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതിനെ നിവർത്തിച്ചു തരുന്ന, അതിനെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും നാം ആഗ്രഹിക്കാറില്ലേ, ഹല്ലേലൂയ ഇതെനിക്കൊന്ന് സാധിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് സ്തോത്രം. എന്നിട്ട് നമ്മുടെ സ്വയമായിട്ട് നോക്കിയിട്ട് ഇതിനുള്ള സാഹചര്യം എന്റെ ജീവിതത്തിലല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ തന്നെ അതിന് മൂടിക്കളയുവാനായിട്ട് ഇടയായി തീരുമ്പോ ഈ പൽക്കാലം ഞാൻ പറഞ്ഞിട്ട് നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ, പുറമേ ഉള്ളതിനെ അല്ല ഞാൻ ഇവിടെ കാണുന്നത്. വചനത്തിൽ വ്യക്തമായി പറയും, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. ഹല്ലേലൂയ സ്തോത്ര. അങ്ങനെയൊക്കെ വിശ്വസിക്കുക സ്തോത്രം. ഹല്ലേലൂയ. ദൈവഹിത പ്രകാരമുള്ള ചില ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരേണ്ടതിനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയെത്തില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കളഞ്ഞു കാണുമായിരിക്കാം. ഇനി എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല, എന്റെ തലമുറയുടെ മേൽ ആഗ്രഹങ്ങളൊന്നും നിറവേറാൻ പോകുന്നില്ല, എന്റെ തലമുറയുടെ ഒരു ഭാവി കണ്ട് എനിക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയത്തില്ല, അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതോ അല്ലെങ്കിൽ അവർ ആത്മീയത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു കടന്നു വരുന്നതോ എനിക്ക് കാണുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ജീവിതത്തെ തന്നെ ഹല്ലേലൂയ മാറ്റിവെക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, കഴിഞ്ഞ നാളുകളിൽ നീ ആഗ്രഹിച്ച് ദൈവസന്നി കരഞ്ഞ, നീ പ്രാർത്ഥിച്ച, നീ നിലവിളിച്ച വിഷയങ്ങളുടെ നടുവിലേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവം മഞ്ഞുമഴയും വെച്ച് വിടുവിക്കുവാനായിട്ട് ഇടയായി തീരാ. നീ സ്തോത്രം, നീ കുലുങ്ങി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല സ്തോത്രം. ഇപ്പോൾ കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആഗ്രഹത്തെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട് സ്തോത്ര. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ
പൗലോസിന്റെ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ഒറ്റ ആഗ്രഹമായിരുന്നു റോമിൽ കടന്നുപോയി എന്ത് ചെയ്യണം, ദൈവത്തെക്കുറിച്ച് പറയണം, യേശു കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കണം എന്നുള്ള ഒരു ചിന്ത, സ്തോത്രം, ഒരു ആഗ്രഹമായിരുന്നു എന്ന് നമുക്ക് റോമർക്കെതിരെ ലേഖനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആ ആഗ്രഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിൽ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെതാക്കി മാറ്റുവാനായിട്ട്, ദൈവത്തിന്റെ ആലോചനയാക്കി ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. 23-ാമത്തെയും 11-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചതു. അവിടെ സ്തോത്രം, പൗലോസിന്റെ ആ ആഗ്രഹത്തെ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് മാറ്റുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ ഈ പകൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, നാളുകളായി നീ ആഗ്രഹിച്ച ചില വിഷയങ്ങളുടെ നടുവിലുള്ള ആഗ്രഹത്തെ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നമ്മുടെ ആഗ്രഹവുമായിട്ട് നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് നിറവേറുവാനായിട്ട് കഴിയത്തില്ല, ഒരിക്കലും സാധിക്കുവാനോ അതിനെ സ്തോത്രം ലഭിക്കുവാനോ കഴിയത്തില്ല. പക്ഷേ അത് ദൈവത്തിൻ്റെതാക്കി മാറുമ്പോ, ദൈവത്തിന്റെ ഹിതപ്രകാരമായി തീരുമ്പോ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായി തീരുമ്പോ, അതുകൊണ്ട് വചനത്തിൽ നീ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഇച്ഛിക്കുന്നത് എന്താ അപേക്ഷിച്ചാൽ അത് ലഭിക്കുമെന്നാ കാണുവാൻ സാധിക്കും. നമ്മുടെ ഇച്ഛകള്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈ ദൈവത്തിൻ്റെതുമായിട്ടൊരു കണക്ഷൻ ആയിത്തീരുമ്പോ അതിനെ നിവർത്തിച്ചു തരുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളെ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്കല്ലാതെ ഒത്തിരി ആഗ്രഹങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേ നീതിമാനായിരിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ഉള്ളിൽ കടന്നു വരുന്ന ചില ആഗ്രഹങ്ങളെ, സ്തോത്രം, ദൈവഭക്തിയോടെ ജീവിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ഉള്ളിൽ കടന്നു വരുന്ന ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ പൗലോസിനോട് പറഞ്ഞു, സ്തോത്രം, നീ റോമിൽ എന്ത് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചത് ദൈവത്തിന്റെ അരുളപ്പാടാക്കി ദൈവം അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പൗലോസിനെ കൊന്നുകളയുവാനായിട്ട് പദ്ധതികൾ കടന്നു വരുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, സ്തോത്രം, നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ മുന്നോറുമ്പോൾ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം ശത്രുമണ്ഡലത്തിന് അറിയാം ആ ആഗ്രഹങ്ങൾ നിറവേറാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങള് ദൈവത്തിന്റെ ആലോചനയായി മാറുവാൻ തുടങ്ങുമ്പോൾ ഒരിടത്തുമില്ലാത്ത പ്രശ്നങ്ങൾ കടന്നു വരാം, ഒരിടത്തുമില്ലാത്ത വെല്ലുവിളികൾ കടന്നു വരാം. കാരണം എന്താ, സ്തോത്ര, ശത്രുമണ്ഡലത്തിൽ തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹത്തെ ദൈവം അരുളപ്പാടാക്കി എടുത്തിട്ടുണ്ടെന്ന്, നിന്റെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റിയിട്ടുണ്ടെന്ന്, സ്തോത്ര, ആ ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിനകത്ത് നിറവേറുമെന്ന്, സ്തോത്ര, അറിയാവുന്നത് കൊണ്ട് അതിലേക്ക് നിന്നെ കടത്തിവിടാതിരിക്കുവാൻ, അതിലേക്ക് നിന്നെ എത്തിക്കാതിരിക്കുവാൻ പല പ്രശ്നങ്ങളും പല പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിനകത്ത് ഒന്ന് മാറി ഒന്നായിട്ട് കടന്നു വരും. സ്തോത്ര. ചിലപ്പോൾ ഇന്ന് ചലിക്കേണ്ട പേപ്പർ വർക്കുകള് ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ തലമുറകൾക്ക് മാത്രം ലഭിച്ചില്ലെന്നിരിക്കാം. പക്ഷേ അവിടെയൊക്കെ ഞാൻ നിങ്ങൾ പതറിപ്പോകുകയല്ല. ഏത് വിഷയത്തിന്റെ നടുവിലായിരുന്നാലും ചിലപ്പോൾ കൂടെ ഉള്ളവർക്കെല്ലാം കിട്ടിയെന്നിരിക്കാം. നമുക്ക് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നാം വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ദൈവം മാറ്റിയിട്ടുണ്ട്. സ്തോത്ര. അതിനെ ദൈവം നിവർത്തിച്ചു തരുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, കൊന്നുകളയുവാൻ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. മാറി മാറി എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ മുമ്പാകെ വിസ്തരിക്കപ്പെടേണ്ടി വരുന്ന ഒരു അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഒടുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, തന്റെ യാത്രയിൽ തനിക്ക് കടന്നു പോകേണ്ടി വന്ന സാഹചര്യത്തിൽ വലിയൊരു കപ്പൽ ഛേദം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. എന്നാൽ ആ കപ്പൽ ഛേദത്തിനകത്ത് എന്ത് ചെയ്യുന്നു, റോമിലേക്കുള്ള യാത്ര തിരിക്കുന്ന സാഹചര്യത്തിൽ അതിനകത്ത് വെച്ച് നശിപ്പിക്കുവാനായിട്ട് പല പദ്ധതികൾ കടന്നു വന്നപ്പോഴും ദൈവത്തിന്റെ ആലോചനയുള്ളവനെ, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവനെ ഹല്ലേലൂയ നശിപ്പിച്ച് കളയുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്നോട് ദൈവം ഒരു ദൈവശബ്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ നാളുകൾക്ക് മുമ്പേ ആഗ്രഹിച്ച ഒരു ദൈവശബ്ദത്തെ, ഹല്ലേലൂയ, നീ ആഗ്രഹിച്ച ആ ആഗ്രഹത്തെ ഏതെങ്കിലും ദൈവദാസന്മാരിൽ കൂടി ആകട്ടെ, നീ വചനം വായിച്ചപ്പോഴാകട്ടെ, നിന്നോട് വീണ്ടും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ആ വിഷയത്തെ ഫോക്കസ് ചെയ്ത് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നീ വിശ്വസിക്കുക. ഏതെല്ലാം പ്രയാസങ്ങൾ
പ്രയാസഘട്ടത്തിൽ കൂടി കടന്നു പോയാലാ, ഏതെല്ലാം പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോയാലാ, ആ ആഗ്രഹത്തെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം നിവർത്തിച്ചു തരുവാനായിട്ട് ഇടയത്തിര. ആ ആഗ്രഹിച്ച ഇടത്തേക്ക് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയത്തിന്. കാരണം എന്താ? നിന്റെ ഹൃദയത്തിൽ ആഗ്രഹമോ ദൈവത്തിന്റെ ആലോചനയുമായിട്ട് കൂട്ടിമുട്ടൽ ബന്ധത്തിൽ വന്നിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അതിനെ തടയുവാനായിട്ട് ആർക്ക് കഴിയത്തില്ല, അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ആർക്ക് കഴിയത്തില്ല. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവരുടെ യാത്രയിൽ അവർക്ക് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. കൊടുങ്കാറ്റിന് അവർ അത്യന്തം വലയുവാനായിട്ട് ഇടയായി തീർന്നു. ആശയറ്റുപോകും ഹല്ലേലൂയ എന്ന പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ അറ്റുപോയി എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പലപ്പോഴും പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നമ്മുടെ ജീവിത യാത്രയിലും അതല്ലേ സംഭവിക്കുന്നത്. നാം മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായി തീരുമ്പോ, ഒന്നിനു പിറകെ ഒന്നായി പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കടന്നു വരുന്ന ചോദ്യമുണ്ട്, ദൈവത്തിന്റെ നമ്മുടെ ആഗ്രഹങ്ങളെ സ്തോത്രം അത് നേരായിട്ടുള്ളതാണോ എന്ന ചോദ്യം വരെ നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഒരിടത്തുമില്ലാത്ത ചില പ്രതികൂലങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഉറച്ചുകൊള്ളണം. ദൈവത്തിന്റെ ആലോചന എത്ര നിന്റെ ഹൃദയത്തിൽ കടന്നു വന്നത്. സ്തോത്ര. നിന്റെ ആഗ്രഹമായിട്ട് ഹൃദയത്തിൽ കടന്നു വന്നത് ദൈവത്തിന്റെ ആലോചന അത്രയും. ഞാൻ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ വായിച്ചതുപോലെ ഇച്ഛിക്കുക എന്നതും സ്തോത്ര ആഗ്രഹിക്കുക എന്നതും തിരുവുള്ള പ്രകാരമുള്ളതത്രേ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിട്ട് നിന്റെ ഉള്ളിനകത്ത് കടന്നു വന്ന ആഗ്രഹത്തെ നിറവേറ്റാതിരിക്കുവാൻ പ്രശ്നങ്ങൾ കടന്നു വരാം. നിനക്ക് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിരിക്കാം. രക്ഷപ്പെടാനുള്ള സാധ്യത ഇനി ഇല്ല എന്ന് ലോകം പറഞ്ഞിരിക്കാം, നമുക്ക് തന്നെ തോന്നിരിക്കാം. ആശകൾ അറ്റുപോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. പക്ഷേ നിന്നെ പ്രാണന് ഹാനി വരാതവണ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിനക്കൊരു അനർത്ഥവും കടന്നു വരാതവണ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടതിനായിട്ട് സ്തോത്ര നിന്നെ സംരക്ഷണം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പൽക്കാലം പ്രതികൂലങ്ങൾ കണ്ട് നീ പിൻവാങ്ങി പോകുവാനല്ല, നീ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പൗലൂസിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം. അവർ കൂടെ ഉള്ളവരെല്ലാം ഭയപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൽ സ്വതന്ത്രനാക്കപ്പെട്ട പൗലൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പോ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളിപ്പോ ധൈര്യത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്ര. കൊടുങ്കാറ്റുകളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോ നമ്മൾ നെഗറ്റീവ് പറഞ്ഞു മാറിപ്പോകാനല്ല, നമ്മൾ പറയണം ഹല്ലേലൂയ. നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ഇതിനകത്തൊരു ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടും. ഇവിടെ നശിച്ചു പോകുക, ഇല്ലായ്മയായി തീരുവ ദൈവം അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാനായിട്ടിടയായി തീർന്നും. സ്തോത്രം. പൗലൂസിന് ഒരു ഉറപ്പുണ്ട്. കാരണം എന്താ? ഞാൻ യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അത്രേ. ദൈവത്തിന്റെ ശബ്ദം കേട്ട മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീരുന്നത് പറയുവാൻ കാരണമുണ്ട്. എന്റെ ഉടയവന് ഞാൻ സേവിച്ചു വരുന്നതിനുമായി ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലൂസെ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നു? ആ ദൈവ ശബ്ദത്തെ ഉണർത്തിച്ചു കൊടുക്കുന്നതായിട്ട് വീണ്ടും ദൂതനെ അയച്ച് പ്രതികൂലത്തിന്റെ നടുവിലും സ്തോത്ര ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, കർത്താവിന്റെ ദൂതനെ അയച്ച് ദൂതനെ ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു പോകുമ്പോ വർഷങ്ങൾക്ക് മുമ്പേ കേട്ടതായ ദൈവശബ്ദത്തെ വീണ്ടും നമ്മെ ദൈവം കേൾപ്പിക്കുന്നത് എന്തിനാ? നിന്നെ കർത്താവ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ. സ്തോത്ര. നിന്നെ ദൈവം ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാ. ഹല്ലേലൂയ. നീ അതിന്റെ അടുത്തേക്ക് എത്തുവാനായിട്ട് കടന്നു പോകുമ്പോ പ്രശ്നങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകുമ്പോ ഇനി അത് നടക്കത്തില്ല എന്ന് പറയുമ്പോഴായിരിക്കാം ചിലപ്പോ ദൈവവചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവശബ്ദം നാം കേൾക്കുമ്പോൾ ആരിൽ കൂടിയെങ്കിലും ഒരു ദൈവശബ്ദം നാം കേൾക്കുവാനായിട്ടിടയായി തീരുന്നത്. അതല്ലേ നമ്മെ മുന്നോട്ട് വീണ്ടും നടത്തുവാനായിട്ടിടയായിത്തീരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്ക, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമുക്ക് 28-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു, റോമിൽ അവർ എത്തിയ ശേഷം ഹല്ലേലൂയ അവർ എത്തുവാനായിട്ടിടയായി തീർന്നു. അവരെ എത്താതിരിക്കുവാനായിട്ട് അവർക്കെതിരായ പ്രതികൂലങ്ങൾ കൊടുങ്കാറ്റുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്
വിളിച്ചിറക്കിയ ദൈവം ഹല്ലേലൂയ വിശ്വസ്തനത്രേ. ആലോചന അരുളപ്പാടായി കൊടുത്ത ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. അതേ സ്തോത്രം. എത്ര തന്നെ കൊടുങ്കാറ്റുകൾ, എത്ര തന്നെ പ്രശ്നങ്ങൾ കടന്നു വന്നാല് പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിത പടക് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തുവാനായിട്ട് ഇടയായി തീരാ. നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള നിന്റെ ആഗ്രഹത്തെ നിവർത്തിച്ചു തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ ചലിക്കുവാനായിട്ട് ഇടയായി തീരാ. നീ എന്താണ് ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ആഗ്രഹങ്ങൾ ഞാൻ ആരോട് പറയുമെന്ന് ഈ പകൽക്കാലം ചോദിക്കുന്നില്ലേ? എന്റെ ആഗ്രഹങ്ങളെ ഞാൻ എത്ര നാൾ മൂടി വെക്കപ്പെട്ട് നടക്കും എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാറുണ്ട്. സ്തോത്ര. പക്ഷേ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരോടും പറയാതെ നീ കൊണ്ട് നടക്കുന്ന നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ. സ്തോത്ര. എന്റെ ജീവിതത്തിൽ ഇത് ലഭിച്ചിരുന്നുവെങ്കിൽ, എനിക്കൊരു ഉയർച്ച ലഭിച്ചിരുന്നുവെങ്കിൽ, എന്റെ ജീവിതത്തിനകത്ത് ഒരു അഭിവൃദ്ധി കടന്നു വന്നിരുന്നുവെങ്കിൽ, എന്റെ ആരോഗ്യത്തിന് ഒരു മെച്ചം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെയാ നീ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ദൈവം നിന്റെ ജീവിതത്തിൽ മടക്കി തരുവാനായിട്ട് ഇടയായി തരാ. നിന്റെ ആരോഗ്യമാണോ നഷ്ടപ്പെട്ടത്? അതിനെ ദൈവം മടക്കി തരുവാനായിട്ട് ഇടയായി തരാ. നിന്റെ ആത്മീയ ജീവിതത്തിലാണോ എവിടെയെങ്കിലും ഭംഗം കടന്നു വന്നത്? അതിനെ ദൈവം മടക്കി തരുവാനായിട്ട് ഇടയായി തരാ. നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ നിർവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ പരിഹസിച്ചെന്നിരിക്കാം, അവർ നിന്നെ കളിയാക്കിയെന്നിരിക്കാം. സ്തോത്രം. പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ ആഗ്രഹത്തെ ദൈവത്തിന്റെ സന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നിന്നെ പരിഹസിച്ച് കളയുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. നിന്നെ ചേർത്തണച്ചിട്ട് അത് ദൈവത്തിന്റെ അരുളപ്പാടാക്കി ദൈവം അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതേ സ്തോത്രം. ഈ പകൽക്കാലം നിന്റെ ആഗ്രഹത്തെ ദൈവത്തിന്റെ അരുളപ്പാടാക്കി ദൈവത്തിന്റെ ആലോചനയാക്കി ദൈവം മാറ്റുക. ഹല്ലേലൂയ. ചിലതിനെ ദൈവം തിരിക്കാൻ പോകുക യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ. കാരണം നിന്റെ ആഗ്രഹത്തെ നിവർത്തിച്ചു തരിക എന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരിക്കുക. സ്തോത്ര. എന്റെ ദൈവത്തിന്റെ പദ്ധതിയുമായിട്ട് ഹല്ലേലൂയ നിന്റെ ആഗ്രഹത്തെ ദൈവം സ്തോത്ര ലിങ്ക് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായി തീരാ. അവിടെ നിന്ന് ചില ഓപ്പണുകൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടയായി തീരാ. എന്നും നിന്റെ ആഗ്രഹവും പേറി നീ നടക്കുക ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ആഗ്രഹങ്ങളെ നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു തന്ന് അതിന്റെ നന്മ അനുഭവിക്കുക, അതിന്റെ അഭിവൃദ്ധിയിലേക്ക് കയറുക, അതിന്റെ വിടുതൽ അനുഭവിക്കുക. ദൈവം നിനക്കൊരു ടൈം വച്ചിട്ടുണ്ട്. ആ ടൈമിൽ ദൈവം നിന്നെ അവിടെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനെതിരെ എന്തെല്ലാം കൊടുങ്കാറ്റുകൾ കടന്നു വന്നാലും, ഈശാനമൂലൻ എന്ന കാറ്റ് കടന്നു വന്നാലും പ്രിയ ദൈവ പൈതലേ, നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. മാനുഷിക സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പറഞ്ഞിരിക്കാം, ഇവിടെ കൊണ്ട് എല്ലാം തീർന്നു, എല്ലാം അസ്തമിച്ചു തീർന്നു, ഇനി മുന്നോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രതീക്ഷകളെ നീ നശിപ്പിച്ച് കളയുമ്പോഴോ, പ്രതീക്ഷകൾ അവിടെ കൊണ്ട് തീർത്തു എന്ന് പറയുമ്പോഴോ, ഞാൻ എന്റെ ഈ സ്തോത്രം ഈ പ്രശ്നത്തെ ഇവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞു മാറുമ്പോഴോ, ഹല്ലേലൂയ, നിന്റെ ഉള്ളിൽ ആഗ്രഹത്തെ തന്നതായ സർവശക്തനായ ദൈവം അത് നിവർത്തിക്കേണ്ടതിനായി ജാഗരിക്കുന്നു. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അതിനെ ദുർബലമാക്കുന്നവൻ ആർ? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു. അതിനെ മടക്കുന്നവൻ ആർ? ഹല്ലേലൂയ. ദൈവം നിന്നെ കുറിച്ച് ഒന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ, ദൈവം നിന്നെ കുറിച്ച് ഒരരുളപ്പാട് തന്നു കഴിഞ്ഞാൽ അതിനെ നിവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിനെ ആർക്കും തന്നെ മാറ്റിക്കളയുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവപൈതലേ, അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നീതിമാന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവസനെ പ്രാർത്ഥനയോടും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ നടുവിലേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയത്തിര. അതിനെതിരായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയത്തിര. ഒരു അഭിവൃദ്ധിയിലേക്ക്, ഒരു നന്മയിലേക്ക് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. നാളുകളായി നീ ആഗ്രഹിച്ച ചില വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്ത വിഷയമായിരിക്കും, പക്ഷേ അതിനകത്ത് ഈ പകൽക്കാലം വിശ്വസിക്ക, ദൈവത്തിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. ചിലത് ശാന്തമായിട്ട് തീരുവാനായിട്ട് ഇടയത്തിര. നിന്നെ ആഗ്രഹിച്ച തുറമുഖത്തെ ദൈവം എത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ തലമുറയെ ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം.
അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്രം. നിങ്ങൾ ഒരിക്കലും കുലുങ്ങി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൽ ആശ്രമിച്ച് മുന്നോട്ട് പോകുന്ന ദൈവ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നീ ദൈവത്തിന് നിൽക്കുന്ന ദൈവ പൈതലാണോ? ഹല്ലേലൂയ. ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്റെ കടപ്പാരം ഒന്ന് മാറി കിട്ടിയെങ്കിൽ എനിക്ക് ഇതിനകത്തൊന്ന് ഫ്രീ ആയിട്ടൊന്ന് സ്വസ്ഥതയായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചില രോഗത്തിനകത്തുനിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിച്ചേ അല്ലെങ്കിൽ എനിക്കൊരു ആരോഗ്യത്തോടെ നടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. സ്തോത്രം. ചിലപ്പോൾ തലമുറയുടെ വിഷയത്തിനകത്തായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. അവരാത്മീയത്തിൽ ഒന്ന് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നുവെങ്കിൽ അവരുടെ ഭാവി കാണുവാൻ, അവരുടെ കുടുംബജീവിതം കാണുവാൻ, അവർക്കൊരു നല്ല ജോലി ലഭിക്കുന്നത് കാണുവാൻ, അവരാത്മീയത്തിൽ സന്തോഷം അനുഭവിക്കുന്നത് കാണുവാനൊക്കെ ആഗ്രഹിക്കുന്നവരാണോ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മെ പരിഹസിച്ചെന്നിരിക്കാം. നീ എന്ത് പൊട്ടത്തനമാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവർ കളിയാക്കിയെന്നിരിക്കാം. പക്ഷേ ദൈവ പൈതലേ, നിന്റെ ആഗ്രഹത്തെ കാണുന്ന ഒരു ദൈവം, ആ നല്ല ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ഈ പൽക്കാലം ദൈവത്തോട് പറയാമോ? വായിച്ച ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നീ അവനെ തന്നെ രക്ഷിച്ചു കൊള്ളുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ആ ദൈവത്തിൽ മാത്രം അങ്ങ് ആശ്രയിക്കുക. ദൈവത്തോട് പോലും പറയാതെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചില ആഗ്രഹങ്ങളില്ലേ, പക്ഷെ ആരും കാണുന്നില്ല എന്ന് പറയുമ്പോഴും അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം നിന്റെ ആഗ്രഹത്തെ കാണുന്നുണ്ട്. സ്തോത്രം. ആ ദൈവം നിന്റെ ആഗ്രഹത്തെ നിവർത്തിച്ച് തരും. സ്തോത്ര. ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ ആ ദൈവം നിന്നെ മാറ്റിക്കളയത്തില്ല. സ്തോത്രം. നീ തകർന്നു പോകുക, നീ ആഗ്രഹിച്ചിട്ട് അത് നിനക്ക് ലഭിക്കാതെ പോയി എന്ന് പറഞ്ഞ് നീ തളർന്നു പോകുക, നിരാശപ്പെട്ടു പോകുക, മറ്റുള്ള മുമ്പിൽ തല കുനിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര. പ്രിയ ദൈവ പൈതലേ, ഈ പൽക്കാലം വിശ്വസിക്ക. നിന്റെ തലമുറയെ കുറിച്ച് ആഗ്രഹിച്ച ആ നിലവുകളിലേക്ക് നിന്നെ എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ഇല്ലായിരിക്കാം, കയ്യിൽ ബാലൻസ് ചിലപ്പോൾ തീർന്നു കാണുമായിരിക്കാം. പക്ഷേ അവരെ നല്ലൊരു ഭാവിയിലേക്ക് എത്തിക്കണമെന്ന് നിന്റെ ആഗ്രഹമായിരിക്കാം. സ്തോത്ര. അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് നിന്റെ ആഗ്രഹമായിരിക്കാം. പക്ഷെ നിന്റെ കയ്യിലെ ശൂന്യത. ഹല്ലേലൂയ. പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ തലമുറകളെ മാനിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ സ്തോത്ര ഹല്ലേലൂയ സ്റ്റാൻഡേർഡിനപ്പുറമായിട്ട്, നിന്റെ പദവികൾക്കപ്പുറമായിട്ട്, നിന്റെ യോഗ്യതകൾക്കപ്പുറമായിട്ട് ഹല്ലേലൂയ നിന്നെ മാനിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നീ ഭാരപ്പെട്ട് കാണുമായിരിക്കാം. ഒരു നേരത്തെ ആഹാരത്തിന് ചിലപ്പോൾ നിവൃത്തിയില്ലാതെ കഴിഞ്ഞ അനുഭവം നിന്റെ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷെ ഇതൊന്നും എന്റെ തലമുറയ്ക്ക് വരരുതേ എന്ന് പറഞ്ഞ് നീ കരയുമ്പോ, പ്രാർത്ഥിക്കുമ്പോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ തലമുറകളെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ തലമുറകൾ മുഖാന്തരമായിട്ട് മാതാവേ, പിതാവേ, നിങ്ങൾ ഉയർത്തപ്പെടുവാൻ, നിങ്ങൾ മാനിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർക്കും. സ്തോത്ര. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ. സ്തോത്ര. ഹല്ലേലൂയ. ഒരു നിർബന്ധം. ഹല്ലേലൂയ. ആ ക്രൂശ് ചുമക്കുവാൻ ഹല്ലേലൂയ കുറേനക്കാരനെ നിർബന്ധിച്ചുവെങ്കിൽ ആ ഒരു ഹല്ലേലൂയ ആ ഒരു നിർബന്ധം ഹല്ലേലൂയ തന്റെ തലമുറകൾ ഉന്നതത്തിലേക്ക് എന്റെ ഉടയവൻ എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. ചില നിർബന്ധങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ സാഹചര്യത്തിൽ നിന്ന്, നിന്റെ പദവികളിൽ നിന്ന് അപ്പുറമായിട്ട് നിന്റെ തലമുറകളെ ദൈവം ഉയർത്തുന്നതിന് വേണ്ടിയത്രേ ഇത് യഹോവയാ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്ക രീതി, മറ്റുള്ളവർ അസൂയപ്പെടത്തക്ക രീതി ചില ദൈവിക പ്രവൃത്തികളെ, അതേ മാനുഷികമായ സഹങ്ങളെ കൊണ്ട് നിന്റെ തലമുറകൾക്ക് എത്താൻ പറ്റാത്ത ഇടത്ത് കൊണ്ട് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കുറേനക്കാരനായ ശിമോൻ എന്ന് പറയുന്ന അവരെ ആ ഒരു പദവി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മക്കളും ആ പദവിയിൽ മാത്രം. ഹല്ലേലൂയ. പക്ഷെ അവിടെ ഒന്നും ദൈവം നിർത്തിയില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പദവിക്കകത്തോ ഹല്ലേലൂയ നിന്റെ കഴിവിനകത്തോ നിർത്താതെ വേണ്ട നിന്റെ തലമുറകളെ മാനിച്ച് ഉയർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്ര. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ലോകം എന്തോ പറഞ്ഞു കൊള്ളട്ടെ. സ്തോത്ര. നീ ദൈവത്തിന് നീതിയോടെ ജീവിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിന് ഭയഭക്തിയോടെ ജീവിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തെ രസിക്കുന്ന വ്യക്തിയാണോ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ചിന്തകൾക്കപ്പുറമായിട്ട്, നിന്റെ നിലവുകൾക്കപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ട്. സ്തോത്രം.
അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഈ പൽക്കാലം ചില ആഗ്രഹങ്ങളുമായിട്ടല്ലേ പ്രഭാതത്തിലായിരിക്കുന്ന എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ പ്രിയ ദൈവം ഇതിനെ വിശ്വസിക്കുക. സ്തോത്ര, ദൈവവചനത്തെ നാം ഉരുവിടുക. ദൈവവചനത്തിനകത്ത് ശക്തിയുണ്ട്. വചനത്തിൽ ഇപ്രകാരം പറയുന്നല്ലോപ്പാ, എന്റെ വിഷയത്തിനകത്ത് സ്തോത്രം എന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരുമെന്ന്, നീതിമാന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുമെന്ന്. കർത്താവേ, എന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞ് ദൈവസ്ഥനെ നീ രസിച്ചു കൊള്ളുക. ആ ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുക. നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവ നിന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തന്ന ദൈവം നിന്നെ മാനിക്കുവാനായിട്ടിടയെത്തിര, നിന്റെ തല ഉയർത്തുവാനായിട്ടിടയെത്തിര. എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവ, പ്രമുഖന്മാരോട് കൂടെ തന്റെ ജനത്തിന്റെ പ്രമുഖന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് നീ താഴ്ച അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം, നീ ഒന്നുമില്ലാത്ത വ്യക്തിയായിരിക്കാം, പക്ഷേ നിന്നെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ വിദ്യാഭ്യാസത്തിന് അപ്പുറമായിട്ട്, ഹല്ലേലൂയ, നിന്റെ കഴിവുകൾക്കപ്പുറമായിട്ട് സ്തോത്ര നിന്നെ മാനിച്ചുരുത്തുന്ന, നിന്നെ പന്തിക്കിരുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. നാം മറ്റുള്ളവരെ പ്രസാദിക്കാനായിട്ട് നോക്കണ്ട, മറ്റുള്ളവരെ രസിപ്പിക്കാനായിട്ട് നോക്കണ്ട. നാം ദൈവത്തെ രസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം ഹല്ലേലൂയ നാം നോക്കി യാത്ര ചെയ്യുവാൻ തയ്യാറായ സ്തോത്ര പ്രിയ ദൈവം, ഇതിലെ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരും. സ്തോത്രം, ദൈവം നിനക്ക് വേണ്ടി സാധിപ്പിച്ചു തരും. സ്തോത്രം, ഹല്ലേലൂയ. അതിന് നോ പറയത്തില്ല ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, നാളുകളായി നീ കൊണ്ട് നടക്കുന്ന നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സ്വർഗത്തിലെ ദൈവം നിനക്ക് നിവർത്തിച്ചു തരും. ദൈവം ഒരു അത്ഭുതമാക്കി നിർത്തും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. ഈ ശബ്ദം ശ്രമിക്കുന്ന ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നുപ്പാ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരുമെന്ന് അറിയിച്ചത് ദൈവത്തിന്റെ വചനപ്രകാരം കർത്തവ്യ ആഗ്രഹങ്ങളുമായി ദൈവസേനയിലായിരിക്കുന്ന അവിടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അവരാഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു. ഹല്ലേലൂയ. ഈ പകൽക്കാല അവരാഗ്രഹിച്ച തുറമുഖത്തേക്ക് എത്തുവാൻ കഴിയാത്തവണ അവർക്കെതിരായി നിൽക്കുന്ന കാറ്റുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കർത്താവേ അവരുടെ ആഗ്രഹങ്ങളെ മൂടിക്കളയുവാൻ നോക്കുമ്പോ ഈ പൽക്കാലം ഹല്ലേലൂയ ചിലതിനെയൊക്കെയും ശാന്തമാക്കി, ചിലതിനെ ജീവിതത്തിന്റെ മേഖലയിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് അവരാഗ്രഹിച്ച ഇടത്തേക്ക് എന്റെ ദൈവം തമ്മിൽ അവരെ കരം പിടിച്ച് കയറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ചലിക്കട്ടെ കർത്താവേ. ആരോട് പറയാതെ ഹല്ലേലൂയ എന്റെ ജീവിതത്തിനകത്ത് ഇത് നടന്നെങ്കിൽ കൊള്ളാമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹവുമായി നടക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. അതിനകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടണമേ അപ്പാ. നീതിമാൻ കുലുങ്ങി പോകാൻ ദൈവം അനുവദിക്കത്തില്ലല്ലോ കർത്താവേ. നീതിമാന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നതായ ദൈവം കർത്താവേ, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ അവരാഗ്രഹിച്ചോ അതിനെ അവർക്ക് ജീവിതത്തിൽ മറുപടിയായി കൊടുത്തു മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കര യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ. അപ്പൊ ആരോഗ്യത്തിനകത്തൊരു അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ അപ്പാ, സാമ്പത്തിക മേഖലയിൽ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. ഇങ്ങനെ കർത്താവേ എന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ ലഭിച്ചുവെങ്കിൽ കൊള്ളാമായിരുന്നു ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. അവരെയൊക്കെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. ഈ പകൽക്കാലം ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന പകൽക്കാലമായി തീരട്ടെ, ചില ആഗ്രഹങ്ങൾ സാധിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ വലിയ ദൈവപ്രവർത്തികൾ ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. നിരാശകൾ മാറട്ടെ അപ്പാ. മറ്റുള്ളൊരാൾ കേട്ട ചില വാക്കുകൾ അവരെ മുറിപ്പെടുത്തിയെങ്കിൽ അതെല്ലാം മാറി കർത്താവേ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി തീരട്ടെ. ഞങ്ങൾക്ക് നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യത്തോടു കൂടെ അവരങ്ങ് രസിച്ചു മുന്നോട്ട് യാത്ര ചെയ്യുക, ദൈവത്തിന്റെ പ്രവർത്തികളെ കാണുക. തന്റെ ജനത്തെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അവന്റെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്തോത്ര മഹത്വം അങ്ങേക്കായി സമർപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.